الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان. وما توفيقي إلا بالله عليه توكلت وإليه منيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العلي العظيم. ذكر الأنبياء عبادة وذكر الصالحين كفارة. سيدنا رسول الله بلغ الأولى بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇക്കളി ഒന്നും കളിയല്ല കളിക്കാനുണ്ടൊരു കളി. മരണമെന്നൊരു കളിയുണ്ട്, ഖബർ എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്. ഇങ്ങനെ കളികൾ പലതുണ്ട്. മമാത്തും സുമ്മ ഖബറും സുമ്മ ഹശറുൻ وتوبيخ وأهوال عظام. وعلموا أمة سيدنا ومولانا محمد. വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ, സലാത്ത് കമ്മിറ്റി മെമ്പർമാരെ, അതുപോലെ ഫസൽ മീഡിയ ബഷീർ മദനി ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ, അതുപോലെ സൗണ്ട്സിന്റെ പേരറിയില്ല സൗണ്ട്സിന്റെ നേതാക്കന്മാർ, ഇവിടെ കൂടിയ ഉമ്മ പെങ്ങന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, സ്നേഹമുള്ള മക്കളെ, അല്ലാഹു ഈ മജ്ലിസും പൊരുത്തപ്പെട്ട മഖ്ബൂലായ മജ്ലിസിന്റെ കൂട്ടത്തിൽ അല്ലാഹു ആക്കി തീർക്കട്ടെ. ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ദീർഘകാലം അവന്റെ ത്വഅത്തിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാൻ നൽകുമാറാകട്ടെ.
ഈ സംരംഭത്തിന് സഹായിച്ച സഹകരിച്ച നാട്ടിലുള്ള ഗൾഫിലുള്ള ഓരോരുത്തർക്കും അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ദീർഘകാലം അവന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ നമുക്കെല്ലാം അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട വാങ്ങിയ അടക്കമുള്ള മഹാന്മാരുടെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട വാങ്ങിയ ഉമ്മ ബാപ്പ കുടുംബങ്ങളുടെ ഖബർ അല്ലാഹു വലിച്ചാക്കട്ടെ. ബഹുമാന മുഅ്മിനീങ്ങളെ, നല്ലൊരു മജ്ലിസാണിത്. സാധാരണ മജ്ലിസല്ല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്തു യൂനുസിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുമിക്കുന്ന മജ്ലിസിൽ വെച്ച്, ഒരുമിച്ച് കൂടുന്ന മജ്ലിസിൽ വെച്ച് ഏറ്റവും നല്ലൊരു മജ്ലിസ് ഉണ്ടെങ്കിൽ ലോകത്തെ നേതാവായ കാരുണ്യത്തിന്റെ കടൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസാണ്. സാധാരണ മജ്ലിസല്ല. ആരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു സാധാരണ മനുഷ്യനാണോ, ഒരു സാധാരണ വ്യക്തിയാണോ? അല്ല. എന്തേ? നമ്മുടെ നബിയുടെ പ്രകാശം വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് പടച്ച ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവ്വൽ ശൈഇൻ ഖലഖല്ലാഹു മിൻ നൂരി. ആദ്യമായി ലോകത്തെ പടക്കുന്നതിന് മുമ്പ് പടച്ചത് എന്റെ പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ പ്രകാശത്തിൽ കൂടിയാണ് മറ്റെല്ലാം അല്ലാഹു സൃഷ്ടിച്ചത്. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. നബിയെ തങ്ങളെ പടക്കലില്ലെങ്കിൽ ഈ ലോകമില്ല, ഈ ആകാശമില്ല, ഈ ഭൂമിയില്ല, നമ്മളില്ല, ഒന്നുമില്ല. എല്ലാം കാരണമാരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടക്കലില്ലെങ്കിൽ ഒന്നുമില്ല. അത് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ നബി ഒരു സാധാരണ മനുഷ്യനല്ല. അല്ലാഹുവിന്റെ റസൂലിന് പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത എന്താണ്? മനുഷ്യനല്ലേ? അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർ ആയത്തായിട്ട് തെളിവ് പറയുകയാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. നബി തങ്ങൾ പറയണം ജനങ്ങളോട്, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഞാൻ, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. അതിന്റെ അപ്പുറം ഓതണ്ടേ? മുദഫർ രാജാവ് മൗലിദ് നടത്തി 1300 വർഷത്തിന് ശേഷം. അതിന്റെ മുമ്പ് നടത്തിനാന്ന് ഓർക്കറിയോ? ഉണ്ടായോ? ഓനൊന്നും ഉണ്ടായന? ഓൻ തീരുമാനിക്കാൻ. മുദഫർ രാജാവ് 1300 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ മൗലിദ് നടത്തി. എങ്ങനത്തെ മൗലിദാ? 10,000 ആടും 5,000 ആടും 10,000 കോഴിയും 1,00,000 അലുവന്റെ പ്ലേറ്റുമാണ് അവിടുത്തെ ദഅവത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് നടത്തി, ഉഷാറായിട്ട് നടത്തി. ആശിഖുർ റസൂലായ മുദഫർ രാജാവ് സാധാരണ ആളല്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ക് വെക്കുന്ന മുദഫർ രാജാവ്. മുദഫർ രാജാവ് 1300 ശേഷം മൗലിദ് വന്നത് എന്ന് പറയും. ഏതുപോലെ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഞാൻ അല്ലാഹു പറഞ്ഞു. പക്ഷെ അതിന്റെ അപ്പുറം എന്താ പറഞ്ഞത്? നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് സന്ദേശം വരുന്നുണ്ട്. എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓന്റെ അടുത്ത് ജിബ്രീൽ വരുന്ന ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യനും ചെല്ലുമ്പോൾ ഓന്റെ അടുത്ത് ജിബ്രീൽ വരണ്ടേ? ഓന്റെ അടുത്ത് ജിബ്രീൽ വരുന്നല്ല, ഇബ്ലീസ് വരുന്നേ. അല്ലാഹു സുബ്ഹാനല്ലാഹ്. നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. എന്നിലേക്ക് സന്ദേശം വരുന്നുണ്ട്. ഞാൻ ഒരു സാധാരണ മനുഷ്യനല്ല. എന്റെ മുടി പ്രത്യേകമുള്ള മുടിയാണ്. എന്റെ കണ്ണൊരു പ്രത്യേകമായ കണ്ണാണ്. എന്റെ വേർപ്പ് ഒരു സാധാരണ വേർപ്പല്ല.
എന്റെ ശരീരം മുഴുവനും അത് നിങ്ങളെപ്പോഴത്തതുപോലെയല്ല, പ്രത്യേകത ഉണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതല്ലേ ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജ് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ തഹല്ലുലാകുന്നു, ഹജ്ജിന് ഒഴിവാകുന്നു. അപ്പോൾ മുടി കളയാറുണ്ട്, ഞങ്ങൾ പോയാൽ മുടി കളയാറുണ്ടല്ലേ. അങ്ങനെ മുടി കളഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹബീബ് തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, യാ അബാ തൽഹ, ഞാൻ തരുന്ന ഈ മുടിയുണ്ടല്ലേ, സഹാബത്തിന്റെ ഓഹരി ചെയ്തു കൊടുക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു തആല മുടിയെല്ലാം കളഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കയ്യിൽ കൊടുത്ത് പറയുന്ന ഈ മുടിനെ ഓഹരിയാക്കണം, ഓതിയാക്കണം എന്ന് ഈത്തപ്പഴത് ഹലുവാന്ന് വിചാരിച്ചു. റസൂലുള്ളാഹിന്റെ മുടിയാ മോനെ, ഞങ്ങളെ മുടി ഭണ്ഡാർ ഷാപ്പിൽ എത്ര ഉണ്ട്, ഞങ്ങൾ ബർക്കത്തിൽ കൊണ്ട് വെച്ചിന നാരിട്ട് പൊട്ടു അവകാക്കട്ട് കൊടുന്നിട്ടുണ്ട. ഞമ്മ മുടി കളഞ്ഞെങ്കിൽ ഞങ്ങളെ പെണ്ണുകളെ മുടിയെടുത്തിട്ട് ജനലെല്ലാം വെക്കലില്ലേ, പാടില്ല. ഞമ്മളെ മുടി കുഴിച്ചു വെക്കണം, മണ്ണിന്റെ അടിയിൽ വെക്കണം, തല വാർന്നിട്ട് കണ്ടിലേടെ വെക്കണ്ട, ചീപ്പിൽ വെക്കണ്ട. ഉമ്മമാരെ, നമ്മളെ മുടിയെല്ലാം കളഞ്ഞിട്ട് നമ്മളെ മുടി വാരിയിട്ട് എന്ത് ചെയ്യണോ, മണ്ണിൽ പൂത്തി വെക്കണോ. അത് കാണാനുള്ളതല്ല, അതിനൊരു ബർക്കത്തും ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്ക് ബർക്കത്തുണ്ട്. അല്ലാഹു അത് വെള്ളം കുടിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. മർക്കസുസ് സഖാഫത്ത് സുന്നിയിൽ പല സ്ഥലത്തും റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം കിട്ടാറുണ്ട്. അത് ഭാഗ്യവർക്ക് കുടിക്കാൻ കഴിയും, ഭാഗ്യമില്ലാത്തവർക്ക് കഴിയില്ല. ആ ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകട്ടെ. റസൂലുള്ളാഹിന്റെ മുടിന്റെ പ്രത്യേകത എന്താണ്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ ഘോരമായ സമരം നടത്തുകയാണ്. സാധാരണ യുദ്ധമല്ല. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഘോരമായ സമരം ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് യുദ്ധം നിർത്തി. സഹാബത്ത് ചോദിച്ചു, അല്ലയോ ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങളെ, ഇവിടെ തല പോയിക്കോളുണ്ടു, നിങ്ങൾ എന്താക്കുന്ന യുദ്ധം നിർത്തിയതെന്ത്? എന്റെ തൊപ്പി കാണുന്നില്ല. നിങ്ങൾ തൊപ്പി അവിടെ ഇരിക്കട്ടെ, തല പോകുന്നല്ല ഇവിടെ. അപ്പോഴാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ സഹാബാ, എന്റെ തൊപ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്റെ തൊപ്പിന്റെ ഉള്ളിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഞാൻ വെച്ചിട്ടുണ്ട്, മുടി ഞാൻ തുന്നി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തൊപ്പിയിട്ടാൽ എന്റെ യുദ്ധത്തിന് വിജയമാണെന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾ പറയുമ്പോൾ മുടിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കണം. സാധാരണ മുടിയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി. പിന്നല്ലേ സാധാരണ മനുഷ്യരാണ്. ഹമാരാ ഇസേ ഏക് ആദ്മി ഹൈ, അല്ലാഹ് का रसूल हमारा ऐसे एक आदमी है. അവന്റെ മണ്ടയൊക്കെ കൊടുക്കണ്ടേ, അല്ലാഹ് കാക്കട്ടെ. ഓടുന്ന പോത്തുക്ക് ഭേദം പറഞ്ഞിട്ട് കാര്യമല്ല. ഓടുന്ന പോത്തുണ്ട്, അതിന് ഭേദം പറഞ്ഞിട്ട് കാര്യമില്ല, വാള് പറഞ്ഞിട്ട് കാര്യമില്ല, അടി തന്നെ. 100 വർഷമായി ഞങ്ങൾ കേട്ടോണ്ടല്ലേ നബിദിന തെളിവുണ്ടാ, ഒരു തെളിവ് കിട്ടിയിട്ടേ ഇല്ല. ഇനി എപ്പ കിട്ടുന്ന അല്ലാഹ് കാക്കട്ടെ. ഇത്രയും തെളിവ് കൊടുത്തിട്ട് നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല. 100 വർഷമായി ഞങ്ങൾ കേട്ടോണ്ടുള്ള നബിദിനത്തിന് പ്രത്യേകത ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ലോകത്തിൽ നടക്കുന്ന ബെരുയുടെ മാലങ്കേലി മാത്രം നടക്കുന്ന പോലെതല്ല ഇത്. ഇന്ത്യയിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, വേൾഡിലെ നടന്നു പോകുന്ന അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ മദ്ഹ്, തങ്ങളെ മൗലിദ്, തങ്ങളെ ജന്മദിനം. ഓൻ പറയുന്നു റസൂലുള്ളാഹിന്റെ ജന്മദിനക്ക് തെളിവില്ല. മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ എപി ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ ജന്മദിനം നടത്തുന്നു. ഓർക്കൊന്ന് തിരിഞ്ഞിട്ടില്ല, ഓർക്ക് തിരിഞ്ഞിട്ടില്ല, ഓന്റെ തല തിരിഞ്ഞത്. ഷാഫി ഇമാമിന് തിരിഞ്ഞിട്ടില്ല, സുയൂത്തി ഇമാം തങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല,
ഇങ്ങനെ മഹാന്മാർ നിന്ദിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരെ ബാക്കിൽ പോയിരുന്ന മക്കളെ കുടുങ്ങിയിരുന്ന അവരാരെന്നറിയോ? ഞാൻ സാധാരണ പറയാറുണ്ട്, നാലാമണ്ണോ പടു ജാഹിലാനവനില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല, അവനോ നടുക്കല്ല ഹബീബേ പോടോ, കഴുതക്ക് പുല്ല് പൊരിക്കടോ കൈമാടോ. പടുജാലിന്റെ ബാക്കിൽ പോയിരുന്ന बच्चों മക്കളെ उधर जाके बैठो अंदर അവിടെ പോയിട്ടിരുന്നോളി, അവിടെ പോയിട്ട് നിൽക്കോളൂ, ಅಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ ಹೋಗಿ. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉച്ചത്തിൽ പറയും മുഹമ്മദ് മുസ്തഫ, ഇഷ്ക് മേ ബോലോ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല. ആ റസൂലുള്ള നമ്മളിൽ വന്നതുകൊണ്ട്, ആ റസൂലുള്ള നമുക്ക് നബിയായതുകൊണ്ട്, സയ്യിദായതുകൊണ്ട്, ആ നബിന്റെ ആ നിഅമത്ത്, അല്ലാഹു തന്ന നിഅമത്തിനെ ഓർക്കണ്ടേ, അനുസ്മരണയാക്കണ്ടേ. അല്ലാഹു തന്ന വലിയൊരു നിഅമത്തല്ലേ അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹുന്ന നിഅമത്തിനെ നമ്മൾ ഒന്ന് പറയണ്ടേ മക്കളെ. സാധാരണ നബിയാണോ? ആ നബിയിലേക്ക് ഞങ്ങൾ ഉണ്ടാ? ഈ ഫ്ലാറ്റ് ഉണ്ടാ? ഒന്നുമില്ല. ഈ മാലങ്കേരി ഉണ്ടാ? ഈ നാടുമില്ല, ഒന്നുമില്ല. എല്ലാം കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നാം ബഹുമാനിക്കുക, ആദരിക്കുക, അവിടുത്തെ മൗലിദ് കഴിക്കുക. പണ്ടേ മൗലിദ് കഴിച്ചുകൊണ്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, മസ്ജിദുൻ നബവിയിൽ 2 മെമ്പർ ഉണ്ടായിരുന്നു. ഒരു മെമ്പർ ഖുതുബോദാനും, മറ്റൊരു മെമ്പർ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചൊല്ലാൻ. ആരാണ് മദ്ഹ് ചൊല്ലുന്നത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മദ്ഹ് ഇങ്ങനെ ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിച്ചിട്ട് തന്റെ ഷാൽ കുഞ്ചിയിലിട്ട് കൊടുത്തു. ഞമ്മ റസൂലുള്ളാഹിന്റെ പദ്യം പാടിയതിന്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയതിന് ഞമ്മളെ കിടാക്കൾക്ക് പോലെ കൊടുക്കലില്ല. അത് ചെറിയത് പണ്ട് സാബിന്റെ വെട്ടി കൊടുത്തോളെ. ഇപ്പൊ എന്തിന്റെ ആചാരം? നല്ല നല്ല കൊടുത്തു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർണം കൊടുത്തേ മതിയാ ഞമ്മളെ കിടാക്കൾക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടിയതിന് സ്വർണം കൊടുത്താ മതിയാ? സാബിന്റെ വെട്ടിയതിന് കൊടുക്കുന്നേ നല്ല ഒറിജിനൽ ഗ്ലാസ് കൊടുത്തൂടെ? അനാവശ്യത്തിനൊന്നും പ്രസന്റേഷനായി കൊടുത്തുകൂടാ. ഉസ്താദന്മാർക്ക് അതിനേക്കാൾ ഉപരി കൊടുക്കണോ? ഞാനിപ്പോ 2, 3, 10, 15 സ്ഥലത്ത് വാഴത്തിന് പോയപ്പോ എല്ലാ പ്രസന്റേഷൻ ഞാൻ കണ്ടത് ഉസ്താദന്മാർ കൊടുത്ത് എന്തറിയോ? ഒന്നോ ബൈക്കിന്റെ കീ, പുതിയ ബൈക്ക്, സ്കൂട്ടി, ഫ്രിഡ്ജ്, 25,000 എന്തേ? എത്ര കഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ ഉസ്താദന്മാര് സാധാരണ കഷ്ട. അല്ലാഹ് മീലാദ് വരുന്ന സമയത്ത് റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ, ബുർദ പാടാൻ, മദ്ഹ് ഗീതങ്ങൾ പാടാൻ വേണ്ടി നമ്മൾ ഉസ്താദന്മാർ ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെടുന്നു. ആ പാട്ട് നമ്മളെ മക്കളതാ സ്റ്റേജിൽ കയറിയിട്ട് പാടുകയാണ്. ആ പാടുമ്പോ ഉമ്മമാരും പെങ്ങന്മാരും സന്തോഷിച്ച് കൊടുക്കേണ്ട പ്രസന്റേഷൻ എങ്ങനത്തെ പ്രസന്റേഷൻ ആവണം? സാധാരണ സാബുന്റെ പെട്ടിയോ ഗ്ലാസോ അല്ല, നല്ല വിലമതിക്കുന്ന സാധനമായിരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമാവണം. കണ്ടില്ലേ, സ്വന്തം അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഷാല് എത്ര കോടിൻ്റെതറിയോ? അതിന്റെ ബല എത്രയെന്നറിയോ? ഇന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഷാലൂടെ ഏലമിന് വെച്ചെങ്കിൽ എത്ര കോടിക്ക് പോകും? അങ്ങനത്തെ ഷാലിട്ട് കൊടുത്തതാണ് പ്രസന്റേഷൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതിന്. അപ്പൊ ഞമ്മന്ത് വേണോ? നമ്മളെ കിടാക്ക അൽഹംദുലില്ലാഹ് നിസ്കരിക്കാൻ പഠിച്ചില്ലേ, ഓതാൻ പഠിച്ചില്ലേ, ഒരു ഫാത്തിഹ പഠിച്ചില്ലേ, നമ്മളെ കിടാക്ക ഒരു ഹർഫ് പഠിച്ചില്ലേ, ഖുർആന്റെ ഒരു അക്ഷരം പഠിച്ചാൽ നമ്മളെ കിടാവ് നീ ലോകത്തിൽ കൊടുക്കുന്ന 1 കോടിന്റെ ഫ്ലാറ്റിനേക്കാളും ഖൈർ ഒരു അക്ഷരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ കിടാക്കൊക്കെ ഒരു അക്ഷരം പഠിപ്പിച്ച അലിഫ്,
അത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ കിടാക്ക അലിഫ് പഠിച്ചാ മതി, ഒരക്ഷരം ഖുർആന്റെ ഒരക്ഷരം പഠിച്ചാ മതി. അത് കാരണമായി നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അത്രയും ഇൽമിന് ഉള്ള വില വേറെ ഒന്നിനില്ല. ഇൽമു ആർക്കും കക്കാൻ കഴിയില്ല. ഇൽമു എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്ഥാനമുള്ളതാണ്. അതുകൊണ്ടല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ഫഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലാ കറമി. ബാത്തിനെ കർനെ അത് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സർവ്വ അമ്പിയാക്കന്മാരും വലിയ സ്ഥാനമുള്ള നബിയാണ് മുഹമ്മദ് മുസ്തഫ. നോക്ക്, ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾ പറഞ്ഞുകൊണ്ടില്ലേ? ഇല്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയില്ലേ? ഉണ്ട്. ഹൂദ് നബിന്റെയും ഈസാ നബിന്റെയും മൂസാ നബിന്റെയും എല്ലാം ചരിത്രം പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾ പറയും. എത്രയോ അമ്പിയാക്കന്മാരെ മുർസലിങ്ങളെ ചരിത്രം ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ശേഷം ഒരു ഖൗം വരാനുണ്ട്. നബിയുടെ ചരിത്രം പറയാൻ എന്താ? നമ്മളെ നബിയുടെ ശേഷം ഒരു നബിയും വരാനില്ല. ഖാതിമുൻ നബിയായ മുഹമ്മദ് മുസ്തഫ, അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് എത്ര വലിയ സ്ഥാനം. നമ്മളെ ചരിത്രം പറയാൻ പിന്നൊരു ഖൗം വരാനുണ്ട്. ആദം നബിന്റെയും ഖൗമിന്റെ ചരിത്രം ഞങ്ങൾ പറഞ്ഞോണ്ട്, ഈസാ നബിന്റെ ചരിത്രം ഞങ്ങൾ പറഞ്ഞോണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖൗമിന്റെ ചരിത്രം പറയാറുണ്ട്. ഞങ്ങളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ നമ്മളുടെ ചരിത്രം പറയാൻ ഇനി ഒരു ഖൗം വരാനില്ല. നമ്മൾ എത്ര ബഹുമാനമുള്ളവരാണ്. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതിയെ നമ്മൾ ബഹുമാനിച്ചു, കറാമത്ത് നൽകി. ഞങ്ങൾ വലിയ സ്ഥാനമുള്ളവരാണ്. പക്ഷെ നമ്മൾ ആ സ്ഥാനം വെച്ചോളണം. യഥാർത്ഥ ഈമാനുള്ളവരോട് ജീവിച്ച് ഈമാനായോട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ മോമിനികളെ, അള്ളാന്റെ റസൂലിന്റെ പിരിസം വെറും സ്വലാത്ത് കൊണ്ട് മതിയാക്കുക, മൗലിദ് ഓതിച്ച് മതിയാക്കുക. ജന്മദിനം വരുമ്പോ ഒരു ആഘോഷം, അത് മതിയാവേ. അള്ളാഹുവിന്റെ റസൂലിന്റെ പിരിസം കാട്ടണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാന്റെ റസൂലിലാണ് നമുക്ക് മാതൃക ഉള്ളത്. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂൽ എങ്ങനെ നടന്നു, എങ്ങനെ കിടന്ന്, എങ്ങനെ കുടിച്ചു, എങ്ങനെ തിന്ന്, ഇതെല്ലാം ഞങ്ങൾ പഠിക്കണോ? ഒട്ടാത്ത് തിന്നാനോ ഒട്ടാത്ത് കുടിക്കാനുള്ളതല്ല ഇസ്ലാം. ഒരു കക്കൂത്തിൽ പോകുന്നവരെ ഇസ്ലാം പഠിപ്പിച്ച മതബന്ധ. വേറെ പോട്ട് ഒരു ടോയ്ലറ്റിൽ പോകുമ്പോ ഒരു മനുഷ്യന് എങ്ങനെ പോണം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു. എങ്ങനെ പോണം മോനെ? टॉयलेट में जाने के टाइम क्या करने का, എന്ത് ചെയ്യണോ? അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു. മോനെ, തലയിൽ തൊപ്പി ധരിക്കണം, ഒരു ടവൽ ധരിക്കണം, തലമറക്കണം. അത് എന്തുകൊണ്ടായാലും തലമറക്കണം. മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കാൻ പോലും തലമറക്കാത്ത നമുക്ക് കക്കൂസിന് മുമ്പ് തലമറക്കുക. ഒരു പള്ളിക്ക് പോകുമ്പോൾ ഒരു ടവലില്ല കാവലിന്റെ കയ്യിൽ. നിസ്കാരം ആർക്കാ നിസ്കരിക്കുന്നത്? അള്ളാഹ്ക്കല്ലേ. തലമറിച്ചിൽ നിസ്കാരം ചെയ്യാം, പക്ഷെ അതെന്താ? തല മറച്ചിട്ട് നിസ്കരിക്കണം, ചുമല് മറക്കണം. കക്കൂസിൽ പോകുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞത് നിന്റെ കക്കൂസ് ഉള്ളിലത്തെ കക്കൂസായ പുറത്തിന് എന്ത് അങ്ങനല്ലേ. ഇപ്പൊ ബിൽഡിംഗ് ഞാൻ സാധാരണ മീഡിയ ഞമ്മൾ പൊരണ്ടെല്ലാം മതിൽ ചെല്ലുന്നുണ്ട്. ഞാനൊരു പൊര കെട്ടിനാവോ? എങ്ങനത്തെ പൊര? എതൊരു ഖത്തർ, ഉള്ളു ദുബൈ, കക്കൂസ് ലണ്ടൻ്റെത്, ലൈറ്റ് സിംഗപ്പൂരിൻ്റെത്, ഉഡു മലേഷ്യ. മനസ്സിലായ? മനസ്സിലായിട്ട്
വരകെട്ടിട്ട് പോയിച്ചെന്ന് എന്റെ വര എതിർഭാഗം ഖത്തർ മോഡൽ, ഉള്ളിൽ ദുബായ് മോഡൽ, കക്കൂസ് ലണ്ടനിൽ, ഉഡു മലേഷ്യത്തിൽ, ലൈറ്റ് സിംഗപ്പൂരിൽ, ഭൂമി മാത്രം ഇന്ത്യത്തിൽ. എങ്ങനെ 40 കോടി 20 കോടി 10 കോടി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വര വേണ്ട നടക്കണം. പിന്നെ ഓൻ ചെന്നറിയോ ഉസ്താദ് എന്റെ പുറക്ക് ശൈത്താൻ വരല്ല. എന്താ 40 കുപ്പി കെറ്റിനെ ഞങ്ങൾ ആ തങ്ങളത് ഒരു 10, ഈ തങ്ങളത് ഒരു 10, ആ ഉസ്താദിന്റെ ഒരു 10, ഈ ഉസ്താദിന്റെ ഒരു 10, എന്നെ മുഴുവനും തോട്ടത്തിന്റെ ഉള്ളിൽ അവിടെ ആയിട്ട് ഒരു 45 കുപ്പിയുണ്ട്. ഇബ്ലീസ് വരെ വരില്ല. കറക്റ്റ് വരുവാ കുപ്പിന്റെ വർക്കത്താൽ കുപ്പിന്റെ ഉള്ളിലൊരു സാധനമുണ്ട്, തകട്. അത് ഒറിജിനൽ സാധനമാണ്. ശൈത്താൻ വരാതിരിക്കാൻ വേണ്ടി വിറ്റതാണ് തങ്ങൾ. ശൈത്താൻ ഗ്യാരണ്ടി വരല്ല. വരുവാ ഇല്ല കുപ്പി പൂക്കുന്നതിന് തങ്ങളെ വിളിക്കുന്നതിന് വെറുതെ തമാശാക്കും. ആ കുപ്പി വെച്ചത് കൊണ്ട് ശൈത്താൻ ഉള്ളിലേക്ക് വരൂല, വരക്ക് വരൂല. ഗ്യാരണ്ടി പുറത്തിന്റെ ശൈത്താൻ വരേണ്ട ആവശ്യമുണ്ട്. ശൈത്താൻ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ പുറത്തിന്റെ ശൈത്താൻ എന്തിന്? ആര് നിന്റെ ഓളെന്നെ നിസ്കരിക്കാത്ത കള്ളത്തി, നിസ്കാരമില്ലാത്ത, ദിക്റില്ലാത്ത, സ്വലാത്തില്ലാത്ത, പടച്ചവന്റെ ഓർമ്മയില്ലാത്തൊരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ശൈത്താൻ വേറെ ഇല്ല. മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമാസ് നഹീ തോ ശൈത്താൻ ഹേ. മുഖ്യമായിട്ട് ഒരു മുസ്ലിം എന്ന് ചെല്ലണമെങ്കിൽ നമാസ് വേണം, നിസ്കാരം വേണം. മുഹമ്മദ്, അബൂബക്കർ, മൂസ, ഈസ പേര് വെച്ചേക്ക് മതിയാവല്ല. നാം കാ മുസൽമാൻ ഫായിദ നഹീ ഹേ. പേരിൽ ഇസ്ലാം കൊണ്ട് ഫായിദയില്ല. മുഹമ്മദ്, അബൂബക്കർ, മൂസ, ഈസ. നമ്മളെ ഈ പള്ളി കെട്ടിച്ചത് മൂസ അല്ലേ? ജാഗ കൊടുത്താരി മൂസ ആജായിട്ടില്ല. അള്ളാഹു അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സ്ഥലം കൊടുത്ത് ഇനിയും സഹകരിക്കാൻ ചെയ്യട്ടെ. അതുപോലെ മദ്രസ കെട്ടിച്ചത് ഒരാളാണ്. പേര് അബ്ദുറഹ്മാൻ ഹാജി. അള്ളാഹു അവിടെ ആ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ഇതെല്ലാം നാളെ പ്രാർത്ഥന ലോകത്ത് ഫായദ കിട്ടുന്ന വിഷയമാണ്. പള്ളിക്ക് കൊടുക്കുക, മദ്രസക്ക് കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, മിസ്കീന്മാരെ സഹായിക്കുക, ഇതെല്ലാം പടച്ചവന്റെ ഒക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന സാധനം അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കാരമില്ലേ അവൻ മുസ്ലിം അല്ല. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ حبب إلي من دنياكم ثلاث الطيب والنساء وقرة عيني في الصلاة محمد رسول الله. صلاة നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലാത്തവൻ അവനെ പോലത്തെ ബഖീൽ ലോകത്തിലില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ പേരൊക്കെ സ്വലാത്ത് നല്ല ഇഷ്കിൽ ചൊല്ലണം. എന്ത് കൊണ കിട്ടുന്ന ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ജീവിതത്തിൽ വിഷമില്ല, ദാരിദ്ര്യമില്ല. അല്ലാഹ് ഉസ്താദ്മാരെ സ്റ്റേജിൽ വരും, അവിടെ കം ഹിയർ, ഇവിടെ വരും ഉസ്താദ്മാർ. നിങ്ങളെ വിളിക്കുന്നു, അവിടെ ഇരുന്നെങ്കിൽ റാഹത്താണ്. മുമ്പിൽ ചെല്ലുമെങ്കിൽ ഇൽമുള്ളവരെല്ലാം മുമ്പിൽ ഇരിക്കും. ഈ ഒരു ബാക്കിൽ ഞാൻ തപ്പുനെ ചെല്ലിക്കും. അള്ളാഹു ഖൈറിലാക്കട്ടെ. അള്ളാഹു ആഫിയത്ത് നമ്മൾ ഉസ്താദ്മാർക്ക് അള്ളാഹു നമുക്ക് ബാല്യക്കാരല്ലേ. ഞങ്ങൾക്ക് ഞാനിപ്പോൾ നമ്മളൊന്നും ഫസൽ മീഡിയൻ്റെ എല്ലാം വയസ്സിലൊന്നും എൻ്റെ വയസ്സൊന്നും ആയിട്ടില്ല. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഷീർ മദനി അള്ളാഹു GM ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തിൽ ഖൈർ നൽകട്ടെ. നല്ല ഫാമിലിയാണ്. GM ഉസ്താദ്, GM സുലൈമാൻ ഉസ്താദ്, GM ബഷീർ മദനി ഉസ്താദ്, പിന്നെ നമ്മുടെ ആണപ്പോയ പള്ളിയിൽ വരാറുണ്ട്. അല്ല പേരെന്ത്? ഇങ്ങനെ ഒരുപാട് GM ഫാമിലി ഉലമാക്കളാണ്. അള്ളാഹു
ആ ഉലമാക്കൾ എല്ലാവർക്കും നാഫിയായ ഏറ്റി കൊടുക്കട്ടെ. അവരെ വാപ്പ കുടുംബത്തിനെല്ലാം അല്ലാഹു നിഅമത്തും ബർക്കത്തും ഏറ്റി കൊടുക്കും. മരണപ്പെട്ടവരുടെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കാരമില്ലാത്തവൻ മുസ്ലിം അല്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി, എനിക്ക് ദുനിയാവിൽ ഇഷ്ടപ്പെട്ട 3 കാര്യം ഞാൻ പറയാം. ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് ഏതാണ്? ഒന്നാമത്തെ സുഗന്ധം, സെന്റ്, അത്തർ നൽകുന്നില്ലേ, അത് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമാണ്. പക്ഷേ അത്തർ സെന്ററിൽ ഇട്ടിട്ട് നടന്നത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമാവാം. അല്ലാഹുവിന്റെ റസൂൽ സെന്റ് ഇടണമെങ്കിൽ അത്തർ ഇടണമെങ്കിൽ ഉള്ളു നല്ല ശുദ്ധിയാവണ്ടേ. അന്തർ ശുദ്ധിയില്ലാതെ ബാഹർ കണ്ടിട്ടത് കൊണ്ട് പ്രയോജനമില്ല. എന്ത് വേണോ? ഉള്ളു ശുദ്ധിയാവണോട് കൂടെ സെന്റ്. ദിൽ സാഫ് കർന ബാദ് മേ സെന്റ് ഡാൽന. മനസ്സിലായെങ്കിൽ നിന്റെ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പിന്നെ അത്തർ ഇടണോ സെന്റ് ഇടണോ? മനസ്സ് ശുദ്ധിയില്ലാതെ ഒരു ഫായിദയും ഇല്ല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ദിൽ സാഫ് കർന, നിങ്ങളുടെ മനസ്സ് നമ്മൾ ശുദ്ധിയാക്കണം. എങ്ങനെ ശുദ്ധിയാക്കണം ഉസ്താദ്? അതിനെന്ത് മരുന്നുണ്ടാ? ഉണ്ട്. 5 മരുന്ന് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ പറയാനൊന്നും സമയമില്ല. ودواء قلب 5 وتلاوة بتدبر القرآن والبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാക്കാനുള്ള മരുന്നാണ്. മനസ്സ് നീല്ലെങ്കിൽ ഞങ്ങളെ മനസ്സിന്റെ അറിയിപ്പോ കലബ മറിഞ്ഞോണ്ടുണ്ടാവും. ഇപ്പൊ വിചാരിച്ചതല്ല പോകുമ്പോ വിചാരിച്ചതല്ല വരുമ്പോ മനസ്സിങ്ങനെ ചേഞ്ച് ആയിക്കോണ്ടാവും. അപ്പൊ മനസ്സിനൊന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഷായം ഉണ്ടാ? ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് കേൾക്കുന്നത് മേരാ ദിൽ സാഫ് കർനെ കാ കോയി ദവാ ഹൈ, എന്തെങ്കിലും മരുന്നുണ്ടാ? നഹി. അവർ ദിൽ സാഫ് കർനേക്കുള്ള മരുന്ന് കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അത് മഹാത്മാക്കളായ മഹാന്മാരായ അവരോടുള്ള ബന്ധം, ഖുർറത്തു സാദാത്ത് ഖുറത്തങ്ങളെ പോലത്തെ മഹാന്മാരോടുള്ള ബന്ധം. ഒരുപാട് വർഷങ്ങളായി ഖുർറത്തു സാദാത്തുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അണ്ടിയോടടുത്തുള്ള അണ്ടിന്റെ പുളിയരിയാണ്. ഒരു മാങ്ങാന്റെ കൊറണ്ടായിട്ട് പുളിയരിങ്ങനെ ആൾക്കാർ. അതുപോലെ തങ്ങന്മാരും അടുപ്പുണ്ടായെങ്കിലേ തങ്ങന്മാരെ മനസ്സിലാക്കാൻ കഴിയും. ഖുർറത്തു സാദാത്ത് ഖുറത്തങ്ങ അരി ഒരു സാധാരണ മനുഷ്യനെ പോലെ നടന്നു. ആരെ മുമ്പിൽ വലിയൊരു തട്ട ഇടുന്നാലല്ല, വലിയതാ എന്റെ പോലത്തെ കോട്ട് കൂടിയിട്ടല്ലേ, കോട്ടം കൂടി അപ്പോഴേ മാറ്റും. ഒരു ഷർട്ട് ഇസ്തിരി പോലും ഇല്ല. ഒരു തലപ്പാവ്, സാധാരണ ഒരു ചെറിയൊരു തലപ്പാവ്, ഒരു പച്ച തട്ട പോലും ഇല്ല, ഒരു ഖമീസ് ഇല്ല. സുബ്ഹാനല്ലാഹ്. ഞാനും കൂടത്തങ്ങളുമായിട്ട് 52 ആൾ ഒരു ബസ് യാത്ര 11 ദിവസം ഉത്തരക്കണ്ഡ് നടത്തിയ ഞാനും കൂടത്തങ്ങളും. അല്ലാഹു അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഫവർ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത് നോക്കണം. എത്ര പേർക്കാണ് വെള്ളം കൊടുക്കൽ കൊണ്ടിട്ട് ക്യാൻസർ ശിവയായത്? വെള്ളം കാരണമായി എത്രയോ പെണ്ണുങ്ങൾ പ്രസവിച്ചത്, ഓപ്പറേഷൻ ഇല്ലാതെ സലാമത്തായ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ മഹാനവർക്ക് ആ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താ? ബന്ധം കിട്ടിയതല്ല, ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. അതല്ലേ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലയോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ, അല്ലയോ ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോ കാന ഖുൽഖുഹു വൽ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ഖുർആൻ അത്ര വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താ? ഒരു തമാശ പോലും പറയാൻ സമയമല്ല. ഖുർആനാ. ബസ്സിലിരുന്നാലും കാറിലിരുന്നാലും പോകുമ്പോഴും വരുമ്പോഴും എത്രയോ സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്.
എന്നാലോ തന്റെ കയ്യിലുള്ളത് പരിശുദ്ധ ഖുർആനാൻ. റമദാൻ 28 ഖത്തം ഓതിയ മഹാനാൻ. റമദാനിൽ എത്ര ഖത്തം? 28. ഞാൻ 28 ജുസ് ഓതിന ഖത്തബൂട്ട്. നിങ്ങളെ പറ്റിയല്ല നിങ്ങൾ ഓതിയിട്ടുണ്ടോ? അല്ലാഹു ആഫിയത്ത്. പ്രസിഡന്റ് അല്ലാഹു ആഫിയത്ത്. 28 ജുസ് ഓതാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നല്ലേ 28 ഖത്തം. മഹാനായ ഖുർആനെ ദറജ ഉയരാൻ കാരണം ആ ഖുർആനായിരുന്നു. അയിനുകളെ അത് മാത്രമാണ്. തങ്ങൾക്ക് ആര് പോയാലും എന്ത് പറഞ്ഞാലും ഊതി കൊടുക്കും. 41 യാസീൻ ഓതി. അപ്പൊ മഹാനായ താജുൽ ഉലമാന്റെ അടുക്കൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. തങ്ങളെ ഒരുപാട് വിഷമത്തിൽ ഞങ്ങൾ പോയതാ. മൂപ്പറടുത്ത് പോയപ്പോ മൂപ്പറെന്താക്കുന്ന ഒരു കുപ്പിലികൾ ഊതിയിട്ട് ഒന്നും ചെല്ലലില്ല. ആരോടാ പറഞ്ഞത്? മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മറ്റൊന്ന് ഉറുസുണ്ട് 5-6 4-5 അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഉറുസിന് എല്ലാവരും പോണം. മഹാനായ താജുൽ ഉലമയോട് കംപ്ലൈന്റ് പറഞ്ഞ് തങ്ങൾ ഊതി തരുന്ന മാത്രം ഒന്നും ചെല്ലലില്ല. അപ്പോഴാണ് മഹാനായ താജുൽ ഉലമ പറഞ്ഞത്, ഞാൻ എത്ര വലിയ ആളായ ആളും മക്കളെ എന്നോട് കളിച്ചാൽ എന്റെ മകനോട് കളിക്കണ്ട. കാരണം എന്റെ മകന് എല്ലാ സമയത്തും ഖുർആനും ദിക്റുമായിരിക്കുന്ന മോനാണ്. അത് നീ പോകുമ്പോ ചിലപ്പോ ഖുർആൻ ഓതിക്കൊണ്ടാവും. അങ്ങനെ ഊതിയാൽ മതി, വേറൊന്നും ചെല്ലേണ്ട ആവശ്യമില്ല. ഖുർആനും ദിക്റുമായിട്ടിരിക്കുന്ന എന്റെ മോന്റെ വായില് ഊത്ത് കിട്ടിയാ മതിയാ, പറയണമെന്നില്ല. ആരാ പറഞ്ഞത്? താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ബഹ്റല്ലേ താജുൽ ഉലമ അല്ലെങ്കിൽ ആരി ഈ കർണാടക സ്റ്റേജിൽ കോയിറക്കാൻ പോലും പഠിപ്പിച്ചു തന്ന മഹാനാ. കോയിറക്കാൻ പോലും അറിയാത്ത കൗമിന് എങ്ങനെ കോയിറക്ക? ഞാമാർക്കെന്നെ ഇപ്പൊ ഫോറമിൽ പോയെങ്കിൽ ഒരു കയ്യിൽ പിടിച്ചിട്ട് അതിനെ കുറഞ്ഞ് ഞാൻ തിന്നു നോക്കണം. അതിനെ ഷോർമ കോർമ കൂർമതാക്കി തിന്നു നോക്കണം. അത് ഹലാലൈന. അർക്കുന്നവൻ അർക്കണം, അർക്കുന്നതിൽ അർക്കണം, അർക്കുന്നതിനെ അർക്കണം. അർക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം. അർക്കുന്നവൻ അർക്കണം, അർക്കുന്നതിൽ അർക്കണം, അർക്കുന്നതിനെ അർക്കണം. അർക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം. എങ്ങനെ അർക്കണോ? പോയി കരഞ്ഞാൻ പാടില്ല. എന്നെ അർക്കുന്ന ഇതെന്തില്ല, ഒരു കയ്യിൽ പിടിച്ചിട്ട് നോക്കിട്ടില്ലേ? അതിനെ കൊടന്നിട്ട് ഞമ്മ എന്തെല്ലാക്കിട്ട് ഈ കോയി ചപ്പിച്ചോണ്ട് ഞമ്മക്ക് നിങ്ങൾക്ക് അറിഞ്ഞിന. കോയി ചെറുതെന്തറിയോ? ഈ കള്ള നിസ്കരിച്ചിട്ട് തിന്നോണ്ടുള്ള എണ്ണ. ഇതുപോലെ ഈ ഗാളയിടുന്നവനിക്ക് ഗാളയിടലില്ല. ഗാള നക്കുല് കോത്തിട്ട് ഗാളയിടുന്നു. ഈ നക്കുല് ചെന്ന കേട്ടെങ്ങനെ? സുത്തമുത്ത തിരുകുത്താനി നനഗാഗി മേലൊಬ್ಬ കൈത്താനെ നിനഗാഗി. സുത്തമുത്ത തിരുകുത്താനെ നനഗാഗി മേലൊಬ್ಬ കൈത്താനെ നിനഗാഗി. ഈ നക്കുല് ചെന്ന് നീ എന്നെ പിടിച്ചിരിക്കുന്നു, നിന്നെ തിന്നു കാത്തോണ്ടുള്ള മൂസ. അതേപോലെ കോയിനെ അറുത്തിട്ട് കൊടന്നിട്ട് ഷോർമാക്കി തിന്നുമ്പോ കോയി ചെറുതറിയോ? അല്ലാ, ഈ നിസ്കരിക്കാത്ത ഹംക്ക് ഒരു ബിസ്മി ചൊല്ലാതെ എന്നെ തിന്നുന്നല്ല അല്ലാ. പിന്നെ വേറെ ഫുഡ് പോയ്സൺ വേണം. കോയിന്റെ സാപ്പന്നെ മതി. അതല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ മനസ്സിലായി. ഒട്ടകം അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അമാൻ യാ റസൂലല്ലാഹ് മേരാ ബച്ചാവ് കറോ, സലാമത്ത് കറോ, എന്നെ സലാമത്താക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പൂച്ചാ ക്യൂ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ മോനെ?
എന്റെ ബാക്കിൽ കുറെ ബാലക്കാർ കത്തിയും കയറുമായിട്ട് എന്നെ തിന്നാൻ വരുന്നുണ്ട് നബിയെ യാ റസൂലല്ലാഹ്, എന്നെ അവർ തിന്നാൻ പാടില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ കാരണം? നീ ഹലാലല്ലേ മോനെ, അവർ തിന്നട്ടെ. യാ റസൂലല്ലാഹ്, എന്റെ ഇറച്ചി ആ കൂട്ടർ തിന്നാൻ പാടില്ല, കാരണം ഇന്നലെ ഇശാ നിസ്കരിച്ചിട്ടില്ല. ആ ഒട്ടകജ്ജലിനെ അള്ളാന്റെ റസൂലിനോട് മിണ്ടുന്നല്ലേ അല്ലേ? എന്ത് ചൊല്ലാതെ നമ്മ ബിരിയാണിക്ക് ഒരു സീരയൊക്കെ ഇട്ടെങ്കിൽ എത്ര വച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ സലാത്തിൽ ഇത്ര സുഖമില്ലേ? ചൊല്ലി യാ റബ്ബി സ്വല്ലി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ. കാട്ടുമൃഗങ്ങൾ സുജൂദ് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂലിന് സലാം ചൊല്ലുന്നു, മരങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു. അതേപോലെ ഒട്ടകം സലാം ചൊല്ലിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഇറച്ചി അവർ തിന്നാൻ പാടില്ല. എന്തേന്ന് ചോദിച്ചപ്പോ അവർ ഇന്നലെ ഈശാ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ തിന്ന കോഴിയും ആടും എല്ലാം എത്ര ചെല്ലിക്കുന്നു ഞങ്ങൾക്ക് കേൾക്കുന്ന. ഈ നിസ്കരിക്കാത്ത വിസ്മിച്ചില്ലാതെ തിന്നെങ്കിൽ അത് പൊരുത്തപ്പെടുവോ? അത് ഞമ്മളെ വയറ്റിലേക്ക് സ്വീകാര്യമാവോ? അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ കക്കൂസ് പോകുന്നത് പോലും ഇസ്ലാം പഠിപ്പിച്ചു. എങ്ങനെ പോണോ? അത് ഗൊന്തുണ്ടല്ലോ, ചൊല്ലണം. ആ ചൊല്ലണ്ട, നിന്റെ പോലെ അട്ടച്ചുണ്ട് നല്ല കക്കൂസ്. ചെൽപ്പിടണമെന്നില്ല മോളെ. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ശൈത്താനുള്ള സ്ഥലമാണ്. ആണ് ശൈത്താനും പെണ്ണ് ശൈത്താനുള്ള സ്ഥലമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ശൈത്താനുള്ള സ്ഥലമാണ്. അവിടെ പോകുമ്പോ നിന്റെ ഇടത്തേക്കാളൊന്നും മുന്തിച്ചൊരു ദുആ ചെയ്യണം. എന്ത് ദുആ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ചെല്ലലുണ്ടാ? ഞങ്ങൾ പോകുമ്പോ എന്നെ വയറ്റിയോണ്ടും വീട് വലിച്ചുകൊണ്ട് പോകുന്നെല്ലാം ചെല്ലു സമയം. നല്ല ബാല്യക്കാരോ, കൈക്കാലൊന്നുമില്ല, നല്ല ഉഷാർ, ആഫിയത്തുണ്ട്. പോയിട്ട് പൈപ്പ് വെക്കല് നിന്നിട്ട് ആഫിയത്തുള്ളതോടുകൂടെ നിന്നിട്ട് മൂത്രവിച്ചെങ്കിൽ മരുന്നില്ലാത്ത സുഖക്കേട് അവിടേക്കുണ്ടാവും. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. മരുന്നില്ലാത്ത രോഗം കിട്ടുന്ന നിന്നിട്ട് ആഫിയത്തുള്ളതോടുകൂടെ മൂത്രവിച്ചെങ്കിൽ ഇരുന്നിട്ട് മൂത്രയിക്കണം. അത് മൂത്രവയ്ക്കുവാൻ അതവ് പാലിക്കണം. കാലിൽ ചെരുപ്പിടണം, തലമറക്കണം, ഇടത്തെ കാൽ മുന്നിൽ വെച്ചിട്ട് ചൊല്ലണം. എന്ത് ചൊല്ലണോ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അതിന്റെ അർത്ഥം നിന്നറിയോ? അല്ലാഹുവേ, ആണ് ശൈത്താനിൽ നിന്നും പെണ്ണ് ശൈത്താനിൽ എന്നെ സലാമത്താക്കണം അല്ലാഹ്, എന്നെ കാക്കണം അല്ലാഹ്. ചെല്ലിട്ട് കക്കൂസിൽ പോയിട്ട് ഇരിക്കുന്നങ്ങനെ ഇടത്തേകാലൊന്ന് ചാരി വെച്ചിട്ട് ഇരിക്കണം. മൂത്രം ശരിക്കും പോകാൻ തൊണ്ടണക്കണം. ജോറല്ല, തൊണ്ടെല്ലാം അണക്കിയിട്ട് മൂത്രമെല്ലാം കലക്കിട്ട് പോയതിന്റെ ശേഷം പുറത്തു പോയപ്പോ മറക്കണ്ട. പുറത്തു പോയപ്പോ മറക്കണ്ട. ആരെ മറക്കണ്ട? അള്ളാനെ മറക്കണ്ട. വലത്തേകാൽ മുന്നിൽ വെച്ചിട്ട് ചൊല്ലണം. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാബ അഫാനി. അല്ലാഹ്, എന്റെ മൂത്രം ഒന്ന് കലക്കിട്ട് പോയല്ലേ അല്ലാഹ്, എന്റെ കാറ്റൊന്നും പോയല്ലേ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും. എന്റെ ബുദ്ധിമുട്ടില്ലാതാക്കിയ റബ്ബേ അൽഹംദുലില്ലാഹ്. കാരണം എത്ര പേര് മൂത്രം വരാതെ കൊക്കിലും അതുപോലെ തന്നെ വായിൽ മൂത്രമൊഴിക്കുന്ന എത്ര പേര് ഹോസ്പിറ്റലിലുണ്ട് അല്ലേ? അല്ലാഹു കാക്കട്ടെ.
നമുക്ക് ശരിക്കൊരു മൂത്രം പോകാൻ അനുവാദം തന്ന റബ്ബ്, തൗഫീഖ് തന്ന റബ്ബ്, ആ റബ്ബിനെ സ്തുതിക്കാൻ കക്കൂസ് തിരിച്ചു വരുമ്പോ ചെല്ലണോ ഗുഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദീ അദഅബനി ഹദാ വഅഫാനി. അത് എന്റെ ഉള്ളിലെ കക്കൂസ് ആയാലും ശരി പുറത്തിലെ കക്കൂസ് ആയാലും ചെല്ലലുണ്ടാ ഞമ്മ ചെല്ലലുണ്ട ആലോചനയാക്കിയാൽ മതി. ഓരോരുത്തരും ഇരുന്നിട്ട് ഇന്ന് ആലോചിക്ക്, ഞാൻ ചെല്ലലുണ്ടമ്മ ഒന്ന് ആലോചിക്ക്. നീ കക്കൂസ് പോകുമ്പോ ഇത് ചെല്ലലുണ്ടാ, പുറത്തു വരുമ്പോ നീ ചെല്ലാറുണ്ടാ? പിന്നെ ശൈത്താൻ പിടിക്കാതിരിക്കുക. ഉസ്താദ് എന്നെ മോക്ക് 3 ശൈത്താൻ പിടിച്ചു, 3 അല്ല 5. ആ ശൈത്താൻ പിടിക്കാനുള്ള കാരണമില്ല. ശൈത്താനുള്ള സ്ഥലത്ത് പോകുമ്പോ കാവൽ ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില സ്ഥലത്ത് ശൈത്താനുണ്ട്, ആ സ്ഥലത്ത് ജാഗ്രതയാക്കണമെന്ന് അള്ളാന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാന്റെ റസൂലിനൊക്കെ പഠിപ്പിച്ചു തന്ന ദിക്റാണത്. അത് പറയണം. എന്നിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് റാഹത്തോടെ ഹമ്മാമിൽ പോയിട്ട് വന്നിട്ട് അള്ളാഹനെ സ്തുതിച്ചിട്ട് പിന്നെ നീ നിസ്കരിക്കാൻ വേണ്ടി വുദു എടുക്കുകയാണെങ്കിൽ പോലും മക്കളെ, വുദു എന്ന് പറഞ്ഞാൽ മഹ്ശറിൽ വെച്ച് ഞങ്ങളെ മുഖം കൈക്കാതെ വെളുത്തതായിട്ട് കാണും. വുദു കാരണമായിട്ട് എന്റെ ആധാർ കാരണമായിട്ട് നല്ല വെളുത്ത മുഖം. കാരണം എന്തേ? ഇവിടെ സുണയിച്ചതല്ല, ഇവിടെ പൗഡർ ഇട്ടതൊന്നുമല്ല, വുദു എടുത്തതിന്റെ കാരണം. അല്ലാഹു ജമല തൗഫീഖ് ചെയ്യട്ടെ. അത് കാണണമെങ്കിൽ നല്ല വുദു ആയിരിക്കണം. ഇപ്പൊ വുദു ആക്കുന്ന എങ്ങനെ ഞങ്ങൾ ചെറുപ്പക്കാരറിയോ? എങ്ങനെ പകുതി കഴിഞ്ഞിന് ഓടിയോണ്ട് വന്നിട്ട് ഹൗസിന്റെ അവിടെ പോയിട്ട് പൈപ്പ് തീർച്ചിട്ട് അവിടെ മുഞ്ഞാന്ന് ഞാൻ ബോളടിച്ചില്ല. അതെന്തായി? ഇത് മുണ്ടുന്ന ബാബാ. വുദു എടുക്കുമ്പോ മുണ്ടുന്ന റബ്ബേ. വുദു എടുക്കുമ്പോ എന്ത് വേണോ? നീ ആരോട് മുണ്ടണോ? അള്ളാഹുവിനോട് മുണ്ടണോ? എന്തേ? നീ മുണ്ടാൻ പോകുന്ന അള്ളാഹുവിനോടാണ്. വുദു എടുക്കുന്നതിന് നിസ്കാരം സഹിയാകാനുള്ള ഷർത്താണത്. മുഖം കഴുകുമ്പോൾ വുദുവിന്റെ സുന്നത്ത് ഞാൻ എടുക്കുന്നു നിയ്യത്ത് കഴിഞ്ഞിട്ട്. മുഖം കഴുകുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുദു എന്ന് പറഞ്ഞതിനെ വീട്ടിൽ നിന്ന് ചെല്ലിട്ട് മുഖവും കൈക്കാലും കാലുമെല്ലാം കഴുകിട്ട് തല തടകിട്ട് സുബ്ഹാനല്ലാഹ് ചെവിടും തടകിട്ട് എന്നിട്ട് അവർ ദുആവുണ്ട്. ആ ദുആ ഒന്ന് കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ദുആറന്നാൽ ആ ദുആ ഉത്തരമുള്ള ദുആ എന്ന് മുഹമ്മദ് മുസ്തഫ. ഉത്തരം കിട്ടുന്ന ദുആണ്, ഉത്തരമില്ലാത്ത ദുആ അല്ല. നമുക്ക് ദുആ ഉത്തരം വേണ്ട, ജവാബ് ഇജാബത്ത് വേണ്ട. അവിടെ പൈസ കൊടുത്ത് ഇവിടെ പൈസ കൊടുത്ത് ചെല്ലുന്നല്ലാതെ ഒന്നും ആയിട്ടില്ല. എങ്ങനെ നിന്റെ നിയത്ത് ശരിയല്ലേ? ഉദുവെടുത്തതിന് ശേഷം അള്ളാഹിനോട് ചെല്ല്. കയ്യും കാലും കാലുവരത്തല്ല, കയ്യും കണ്ണും ആകാശത്ത് ഉയർത്തിട്ട് ദുആ. എന്ത് ദുആ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. ഇത് പണ്ട് മദ്രസയിൽ പഠിക്കലുണ്ട്. ഈ ഉസ്താദ് ഇനി പറഞ്ഞതാ. നിങ്ങൾ ചോദിക്കുക, ഇതല്ല ഞാൻ പണ്ടേ പഠിച്ചതല്ലാതെ അത് ചെല്ലാറുണ്ട. വുദുവിന്റെ ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു, അയ്യ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹ് ദൊഡ്ഡവണു, അല്ലാഹ് ദൊഡ്ഡവണു, അല്ലാഹ് ദൊഡ്ഡവണു, അല്ലാഹ് ബടാ ഹേ, അല്ലാഹ് വലിയവൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് തറപ്പെട്ടവൻ അല്ലാഹ് മാത്രം. ഒരു മൊയ്‌ദി ശൈഖ് ഇബാദത്ത് എടുക്കണ്ട, അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്ത് എടുക്കണ്ട. ഇബാദത്ത് ആർക്ക്? അല്ലാഹ്ക്ക് മാത്രം. ഞാൻ മൊയ്‌ദി ശൈഖിന് ഇബാദത്ത് എടുക്കുന്ന ഖുറത്തു തങ്ങളുടെ പോയിട്ട് ഞാൻ ഇബാദത്ത് എടുക്കുന്ന തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്ന ഹറാമല്ലേ? അജ്മീർ ശൈഖിന്റെ ഖബറിൽ പോയി സുജൂദ് ചെയ്യൽ പാടില്ല, ഹറാം.
ഒരു വലിയനും ആരാധന പാടില്ല. ആരാധന അല്ലാഹുവിന് മാത്രമാണ്. ആരാധന പേരെ, മുഹബ്ബത്ത് പേരെ, സ്നേഹം പേരെ, ആരാധന പേരെ. ഞമ്മ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുന്നു, അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, അവരെ ആരാധിക്കുന്നില്ല അമ്മ അല്ലേ? ആരാധിക്കുന്ന അല്ലാഹുവിനെ കാക്കുമാരാകട്ടെ. ആരാധന പാടില്ല. അപ്പോ മനസ്സിലാക്കേണ്ട മുഅ്മിനീങ്ങളെ, അല്ലാഹ് വലിയവൻ, അല്ലാഹ് വലിയവൻ, അല്ലാഹ് വലിയവൻ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ വിളിക്കുന്ന ബാങ്ക് വളരെ മഹത്വമുള്ള ബാങ്കാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിളി ഉണ്ടെങ്കിൽ അത് ബാങ്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അപ്പുറപ്പുറം നോക്കി എന്തെല്ലായി പോയി. നിങ്ങൾ ശരിക്കും ഇവിടെ നോക്കി. തങ്ങ പേരെ എത്തി ഇപ്പൊ വരൂ. വന്ന പാട് ഞാൻ ഒഴിവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ബാങ്ക് വിളിക്കുന്ന അല്ലാഹു അക്ബർ, അതിന്റെ അർത്ഥം പഠിക്കണോ? മലയാളത്തിൽ ബാങ്ക് കൊടുക്കണ വേല അല്ലാഹു മലയാളത്തിൽ കൊടുത്തെങ്കിൽ നാളെ നമുക്ക് തുടങ്ങാം. അല്ലാഹ് വലിയവൻ, അല്ലാഹ് വലിയവൻ, അല്ലാഹ് വലിയവൻ. ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ. സ്കാരത്തിന് വരുവീൻ, സ്കാരത്തിന് വരുവീൻ. വിജയമുണ്ടാകും, നിങ്ങൾക്ക് വിജയമുണ്ടാകും. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഈ മുക്കുരിക്കാക്ക് ശമ്പളം കൊടുക്കണോ? ഇതുവരെ മലയാളത്തിൽ ബാങ്ക് കൊടുത്ത ചരിത്രം ഉണ്ടാ? അത് ഇബാദത്താണ്. അത് അർത്ഥം അത് അറബിൽ തന്നെ ആവണം. കുത്തുബോ അറബിൽ തന്നെ ആവണം. നിസ്കാരം അറബിൽ തന്നെ ആവണം. അല്ല ഉസ്താദ് നിസ്കരിക്കോ? തിരിയുന്നില്ലല്ലോ മലയാളത്തിൽ നിസ്കരിച്ചെങ്ങനെ? അല്ല വലിയ വണ്ടിയിൽ ഒരു കേട്ടാൽ ഒജ്ജത്തിന് അർത്ഥം ചെന്ന് ഞാൻ നിന്റെ മുമ്പിലുണ്ട് അല്ലാഹ്, ഞാൻ ആകാശം നിങ്ങൾ അർത്ഥം ചൊല്ലിക്കൊടുക്ക. എന്റെ മോമിനിങ്ങളെ കുറെ പോയത്തക്കാരുണ്ട്, പെద్దമാരിയും ഞാൻ ചെല്ലുന്നോട്ടെ. വിവരമില്ലാത്ത പടുജായില് ഒരു ബാക്കിൽ നമ്മ തെരിയാത്ത ഭാഷയിൽ ഇവർ കുത്തുപോകുന്നു. മലയാളത്തിൽ കേൾക്കുന്നവരുണ്ട്. ഓരോട് കേൾക്കണോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് മലയാളത്തിൽ ഒരു ചരിത്രമുണ്ട്. തുടങ്ങി ഇപ്പല്ലേ കുറെ ആൾക്കാർ. ഈ വന്ന മുസീബത്ത് തന്നെ 1920 ശേഷമല്ലേ? ഇതിന് മുന്നേ ഓരോണ്ടായിരുന്ന അല്ല ഉസ്താദ്? ഇപ്പല്ലേ ഓരോന്ന് തുടങ്ങിക്കൊണ്ടുള്ളൂ. ഇപ്പൊ അവസാനിപ്പിക്കട്ടെ. അവരെന്റെ 8 പാർട്ടി 9 പാർട്ടി ആയിട്ട് തമ്മിൽ തല്ലിക്കോളുണ്ട്. അതുകൊണ്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാങ്ക് കൊടുക്കുന്ന പള്ളിയിൽ പള്ളിയിലുള്ളവർ, ആണുങ്ങൾ പള്ളിന്റെ വശത്തുള്ളവർ, അയൽവാസികൾ പള്ളിക്ക് വരണം. പെണ്ണുങ്ങ അവരെ റൂമിന്റെ ഉള്ളിൽ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലേ? പെണ്ണുങ്ങ ഉള്ളിൽ നിസ്കരിക്കും. ആണുങ്ങ ഉണ്ടോ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നെങ്കിൽ പള്ളിക്ക് വരണോ മുഹമ്മദ് റസൂലുള്ളാഹി. പള്ളി എന്ന് വെച്ചത് നിസ്കരിക്കാനുള്ളതാണ്, അല്ലാതെ രാത്രി കുത്തിവെത്തി എടുത്തിട്ട് തല്ലാക്കാനുള്ളതല്ല. കൊല്ലം രാത്രി ആകുമ്പോ വന്നിട്ടുള്ള കൂടി എന്താ ഒരു 4 കിലോ ഇറച്ചിയാക്കാൻ ഇപ്രാവശ്യത്തിന്റെ കുറഞ്ഞ് ഇറച്ചിനെ പോലും ക്വസ്റ്റ്യൻ കുറഞ്ഞില്ല. ഈ ബാധത്ത് കുറഞ്ഞല്ലോ ഗലാട്ട ഉണ്ടാകും. ദിക്കറ് കുറഞ്ഞ ചെല്ലിന് നിങ്ങൾ മതിയായിട്ടുള്ള ചെല്ലിയത് ഉസ്താദ് നിങ്ങൾ 6 ചെല്ലി നല്ല ഇച്ചിലാക്ക് പറഞ്ഞുകൊണ്ടായി 3 മതിയാവും. ഇറച്ചി 4 കിലോ, ദിക്കറ് 3. എങ്ങനെയാവും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇബാദത്ത് കുറക്കണ്ട. ഇബാദത്ത് ഏറെ. പണ്ടെല്ലാം 111 ദിക്ർ. അല്ലാഹു ഹദീരി, അല്ലാഹു നദീരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ചൊല്ല്. അല്ലാഹു ഹദീരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. 111 വട്ടം ചൊല്ലിക്കോട്ടെ. ഇപ്പൊ എത്രയായി? 100 ഇല്ല 11 കുറഞ്ഞിട്ട് 6ലേക്ക് എത്തി. അല്ല ഇപ്പൊ 6ഉം വേണ്ടെന്ന് വെച്ചിട്ട് 3ലേക്ക് എത്തി. അല്ലാഹു വരെ കാക്കട്ടെ. ദിക്ർ കുറഞ്ഞു പോയി.
ഇറച്ചിന്റെ ചർച്ച ഭയങ്കര 2 കിലോ മതിയാവാ ആ വേല അല്ലാഹു ജമല കാക്കട്ടെ. അതുകൊണ്ട് തിന്നണ്ട നല്ല ഭക്ഷണം വേണം. വജമായി ഖുവാന വഹയ്യ തുആമ വഔഖദ സിറാജ വഅഹ്ല മക്കാന. ഓരിത് ഓതുമ്പോൾ ജമായി ഖുവാന ആൾക്കാരെ നല്ലോണം കൂട്ടണോ. വഹയ്യ തുആമ നല്ല ഭക്ഷണം ഉണ്ടാക്കണോ. നല്ല മന്തി ബിരിയാണി ആക്കണോ. പിന്നെയോ വഔഖദ സിറാജ നല്ല വിളക്ക് കത്തിക്കണം. നല്ല ഡെക്കറേഷൻ ആക്കണം. റസൂലുള്ളാഹിന്റെ മജ്ലിസിനെ ബഹുമാനിച്ചിട്ട് വാഹില മക്കാന മൗലിദിന്റെ മജ്ലിസ് നല്ലൊരു സ്ഥലത്തായിരിക്കണം. ഉസ്താദ് പോയ മുന്നെ ശരിയാക്കി വെക്കണം. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മജ്ലിസിനെ ബഹുമാനിച്ചിട്ട് നല്ലൊരു സ്ഥലത്തിലാക്കിയിട്ട് അത്തർ പൂശിട്ട് നല്ല ഘമഘമാക്കിയിട്ട് വെക്കണോ. അവിടെ നല്ല ലൈറ്റെല്ലാം കത്തിക്കണോ. മഹാന്മാർ ചെല്ലുന്നു. അതല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. ആരെങ്കിലും ഒരാള് റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി 1 രൂപ കൊടുത്തെങ്കിൽ ജന്ന വേണ്ട. സഹീഹ് ഹദീസാണോ? അല്ലേ, സഹീഹായ ഹദീസ് തന്നെ. ഓനിക്കത് മണ്ട ഉണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെല്ലുന്ന എന്റെ ചങ്ങായി നാളെ സ്വർഗത്തിൽ ആര് റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി 1 രൂപ കൊടുത്തെങ്കിൽ 1 ദിർഹം ചെലവാക്കി. ഇവിടെ എത്ര നല്ല നല്ല പൈസ എല്ലാം ചെലവാക്കി അല്ലാഹ് അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് എന്റെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെല്ലുന്നതിന്റെ കാന റഫീഖി ഫിൽ ജന്ന, എന്റെ ചങ്ങായി നാളെ സ്വർഗ്ഗത്തിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലി മൻ അള്ളമ മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹിയൽ ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിനെ ബഹുമാനിച്ചെങ്കിൽ ഫഖദ് അഹിയൽ ഇസ്ലാം, ഇസ്ലാമിനെ ഹയാത്താക്കിയതുപോലെ. ഇത്തരം വലിയ ബഹുമാനം പറഞ്ഞിട്ട് പോയിട്ട് തിരിഞ്ഞിട്ടില്ല ഇതെങ്ങനെ എപ്പ തരില്ലമ്മ അത് ലൈഫ് എന്തിനുള്ള ലൈഫ്? ഇത് സുഗർ പിടിച്ചിട്ട് ലൈഫായ സുഗർ പിടിച്ചിട്ട് ലൈഫായത് ഹദീസ് ലൈഫ് ഇസ്നാദ് സഹീഹ് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയോ? ചൊല്ലും ഭയങ്കര ചൊല്ലുന്നു. അത് ഖുർആനിലില്ല, ഹദീസിലില്ല. അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുമ്പോൾ ഖുർആൻ ഉണ്ടായ ഉസ്താദ്? റസൂലുള്ളാഹി ജനിച്ചു വരുന്ന ഖുർആൻ ഉണ്ടാ? ഇങ്ങനെ മുണ്ടാത്തി ഉണ്ടാ ഇല്ല. കിടാവിനും കൂടി ഇനി അത് വെത്തക്കിടാവും. ബുഖാരി ഉണ്ടായ ഇല്ല. മുസ്ലിം ഉണ്ടായ? സിയാഹുസിത്ത 6 കിതാബുണ്ട്. മുസ്ലിം അല്ല, മുസ്ലിം കിതാബ് ഉണ്ടായ മുസ്ലിം ഉണ്ടായ. ഇതെല്ലാം വന്ന പിന്നെ ചെന്ന റസൂലുള്ളാഹിന്റെ ജന്മദിനം ഖുർആനിലുണ്ടാകും, ഹദീസിലുണ്ടാകും. എനിക്ക് മണ്ട ഉണ്ടെങ്കിൽ അല്ലാഹ് സലാമത്താക്കട്ടെ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കുഗ്രാമം മാലങ്കേരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അൽഹംദുലില്ലാഹ് വരുമ്പോ ഞാൻ വിചാരിച്ചത് എന്ത് പോവാ, ഇവിടെ എത്തുമ്പോ നല്ലൊരു റാഹത്തുണ്ട്. അല്ലാഹു റാഹത്താക്കട്ടെ. അല്ലേ ഉസ്താദ്? അല്ലേ ഫസൽ മേരി ഉസ്താദ്? ഇവിടെ ഉള്ളിൽ വരുമ്പോ ഞാൻ വിചാരിച്ചത് എന്തോ കാട്, ഉള്ളിന്റെ ഉള്ളിൽ ഇതെല്ലാം മഷൂറാവാൻ കാരണം എന്തേ? ഇങ്ങനെയുള്ള മഹാന്മാരായ ആലിമീങ്ങളും തങ്ങന്മാരും വരുന്നത് കൊണ്ടാണ്. നാട് ബർക്കത്താൻ വർഷത്തിൽ ഒരിക്കൽ മൗലിദ് ഒരു മജ്ലിസ് മാത്രം മതിയാവേണ്ട. മാസം മാസം നല്ലൊരു ക്ലാസ് പോണോടെ എടുക്കുന്നുണ്ടായിരിക്കും ഉസ്താദ്. നല്ല ഉഷാറുള്ള ഉസ്താദ് തന്നെ. അല്ലാഹു നല്ല പ്രസംഗിച്ചു. ഇനി പ്രാക്ടിക്കൽ ആവണത്തെ കുറേ ഒരു സമാധാനത്തിൽ ചെല്ലിങ് പറയാൻ നല്ല വേണം. ഇൻഷാ അല്ലാഹ് ഇനിയും സമാധാനത്തോടും കൂടെ നല്ല വിഷയം പറയാൻ ഉസ്താദിനെ തൗഫീഖ്. ഇവിടെ ക്ലാസ് മതി. മാസത്തിൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും നല്ല ക്ലാസ് എടുക്കണം.
പെണ്ണുങ്ങൾ ചെല്ലുങ്ങ ആരി, ആണുങ്ങ ചെല്ലുങ്ങ ആരി, ഭാര്യ ഭർത്താക്കൾ ചെല്ലുങ്ങ ആരി, ബാപ്പ ഉമ്മ ചെല്ലുങ്ങ ആരി, ഉമ്മ മക്കൾ ചെല്ലുങ്ങ ആരി, അന്യൻ ജ്യേഷ്ഠൻ ചെല്ലുങ്ങ ആരി. ഇപ്പൊ ചമ്മ കുറെ ആളുണ്ട്. എന്തറിയോ, മോന്റെ അന്യന്റെ വരിക്ക് പോക്കിയില്ല. എന്താ ഓൻ എന്നെ മംഗളത്തിന് വിളിച്ചിട്ടില്ല ഉസ്താദ്. മംഗളത്തിന് വിളിച്ചാത്തേക്ക് സുന്നത്ത് മംഗളത്തിന് വിളിക്കാത്തതിന്റെ മോനോട് അയച്ചോ, പെങ്ങളോട് അയച്ചോ. അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹീം, കുടുംബം മുറിക്കുന്നു സ്വർഗ്ഗത്തിൽ പോവേല. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. അപ്പൊ അനിയനോട് അച്ഛൻ വെക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ അച്ഛൻ വെക്കണ്ട. ഓ മൗലിദ് പോകുന്നില്ല, ശിർക്ക് ചെന്ന മൗലിദിനെ ശിർക്ക് ചെന്ന അള്ളാന്റെ ഒരു സാധാരണ മനുഷ്യൻ ചെന്ന ഓനോട് അച്ഛൻ വെക്കലാണ്. അച്ഛൻ വെക്കുന്നത് മാത്രമല്ല, ഓന്റെ മുഖം നോക്കി ചിരിക്കൊരു പാടില്ല. വിദ്അത്തുകാരന്റെ മുഖം കൂടി ചിരിച്ചാൽ നിന്റെ അമല് മാത്രമാവും. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. വിദ്യാർത്ഥികളുടെ കാസറ്റ് കണ്ടിട്ട് നമ്മൾ രസിക്കും തീരാ. ഒരു മൊബൈലിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് അപ്പളെ ഡിലീറ്റാക്കണം. ഒരു മുഖം നോക്കണ്ട, ഓരോ വാക്കൊന്നും കേൾക്കണ്ട. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പേരോട് ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ കർണാടക സ്റ്റേറ്റിലും പല ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്. അവർക്കും അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ. അവരെ മുഖം അവർ പറയുന്നത് കേൾക്ക്. ആരോ ഒരാൾ വന്നിട്ട് എന്തെല്ലാം ചെല്ലുമ്പോ ഞങ്ങൾ ഒരു ചെന്നത് സമല്ലേ. ആര് ചെന്നത്? ഈ വെഡികൾ ചെന്നത്. മഹാനായ എ.പി. ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രി അധ്വാനിക്കുന്ന 85 വയസ്സായാലും ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ ഓടിപ്പായിരുന്ന എത്രയോ മിനിസ്റ്റർമാർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി മഹാനായ സുൽത്താനുൽ ഉലമ ഖൈദുസ്സമാൻ എ.പി. ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സമസ്തയുടെ വലിയ കിങ്കരൻ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്ക് അല്ലാഹു ആയുസ്സ് നൽകട്ടെ. വേണോ സുന്നത്ത് ജമാഅത്തിൽ 2 സമസ്തയിൽ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തുള്ളവർ വേണം അവിടെ. അല്ലാതെ അതും വേണം ഇതും വേണം ചെന്നവർ നമുക്ക് വേണ്ട. മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ പെട്ടെന്ന് നമ്മൾ വിടവാക്കി എണിച്ചിട്ട് പോയ ആരും വിചാരിച്ചില്ല. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ മഹാനായ തങ്ങൾക്ക് സംസാരിച്ചു. 2 ദിവസം മുന്നേ ഒരു മജ്‌ലിസിൽ കുറെ തമാശെല്ലാം പറഞ്ഞിട്ട് പോയതാ. ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഓരോ ഫോൺ ചെയ്ത് പറഞ്ഞു തങ്ങളൊരു വഫാത്തായി. ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ടാകുമ്പോഴാ മനസ്സിലായത് മഹാനുകൾ വിടവാങ്ങിപ്പോയി. എന്തേ അവരെല്ലാം വിടവാങ്ങുന്നത് കൊണ്ട് ലോകത്ത് സന്തോഷമാണുള്ളത്. എന്തേ കാരണം? ദുഃഖം ഉണ്ടെങ്കിലും സന്തോഷം ഏറെയുണ്ട്. കാരണം അവർ ഹയാത്തുള്ളവരാണ്. ഇന്നും ആ ഖബറിന്റെ അരികിൽ പോയി വെള്ളം വെച്ചിട്ട് ഒന്ന് ദ്വാരന്നിട്ട് വന്നാൽ അത് ഊതി കിട്ടിയതുപോലെ നമ്മളെ രോഗം അല്ലാഹു ശിഫയാക്കി തരട്ടെ. അതുകൊണ്ട് ഖുർറത്ത് ഇന്ന് ഒരു മടവൂർ പോലെ ആയിട്ടില്ല. രാത്രിയും പകലും ഞങ്ങൾ വയൽ കഴിഞ്ഞിട്ട് 3 മണിക്ക് പോകുമ്പോൾ ആളുണ്ടാവും. ഞങ്ങൾ ഇപ്പോൾ സിയാറത്താക്കിയിട്ട് വന്നത്. അതുകൊണ്ട് ഖുർറത്തു സാദാത്ത് ഖുർറത്തങ്ങൾ നിങ്ങളെ അരികിലുണ്ട്. എല്ലാവരും പോയിട്ട് സിയാറത്ത് ചെയ്യും. ഒരു കുപ്പിയിൽ വെള്ളം പിടിച്ച് പോയിക്കോ. ആ കുപ്പി അവിടെ വെച്ചിട്ട് സിയാറത്തെല്ലാം ആക്കിയത് പറയൂ. നിങ്ങൾ സങ്കടം പറയും. മഹാനായ അട്ടിക്കുളം താജുൽ ഉലമാന്റെ അടുക്കൽ പോകണം. അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ വലിയ വലിയ മഹാന്മാർ, ബേക്കൽ ഉസ്താദിനെ പോലത്തെ മഹാന്മാർ, അവരെ മുമ്പിലെല്ലാം പോയി ഒന്ന് സിയാറത്ത് ചെയ്യണം. അവരുമായിട്ടുള്ള ബന്ധം പോകണം. നമ്മൾ മനസ്സുദ്യാസം നഞ്ചി പിടിച്ച മനസ്സ്, കറുത്ത മനസ്സ്, ഈ മനസ്സൊന്ന് ക്ലിയർ ആവണമെങ്കിൽ ആലിമീങ്ങളുമായിട്ടുള്ള ബന്ധം, സാക്കിര്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള മജ്‌ലിസുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ ശ്രേഷ്ഠരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മജ്‌ലിസിൽ പോയിരിക്കുക. ഇങ്ങനെയുള്ള ഉലമാക്കളുടെ മജ്‌ലിസിൽ ഇരിക്കുക. നേരത്തെ ഇവിടെ മഹദറത്തുൽ ബദരിയ നടത്തിയ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ നടത്തിയവർ ബദരീങ്ങളെ ഹാദിറാക്കുന്ന മജ്‌ലിസ് ആരും ഉണ്ടായിട്ടില്ല. മുമ്പിൽ കസാല മാത്രമേ ഉണ്ടായിരുന്നു. മഹദറത്തുൽ ബദരിയ
മഹദറത്തുൽ ബദരിയ നടത്തുമ്പോൾ ബദരീങ്ങളെ ഹാളികളാക്കുന്ന മജ്ലിസ്. ആരാ ബദരീങ്ങൾ? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. ബദരീങ്ങളെ സംബന്ധിച്ച് അവർ മരിച്ചവരാണെന്ന് വിചാരിച്ചു പോണ്ട, അവർ ഹയാത്തുള്ളവരാണ്. ആ ബദർ മൈതാനിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പോയവരുണ്ടോ? ബദറിൽ പോയവരുണ്ടോ? കൈവേറ്റാ ഇല്ല. പോണോ? ഉംറക്ക് പോണോ? ഹജ്ജിന് പോണോ? സിയാറത്തിന് പോണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള സമ്പത്ത് അല്ലാഹു നൽകട്ടെ. നമ്മൾ ഹക്കടപാട് വീണിട്ട് നല്ല സന്തോഷത്തോടെ മക്ബൂലായ ഉംറയും ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ ഇന്നും ബദറിൽ പോയാൽ കാണാം 14 ശുഹദാക്കളുടെ പേര് മതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പോയവനാണ്, അമീറായിട്ടും അല്ലാതെ ആയിട്ടും ഞാൻ ഉംറക്ക് പലപ്പോഴും പോയിട്ടുണ്ട്, ഗൾഫിൽ ജോലി ചെയ്തിട്ടുമുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കിപ്പോ ആഫിയത്ത് വളരെ കുറവാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ എൻജോയ് കുറവല്ലായിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഗുളിക കഴിച്ചു പോകുന്നുണ്ട്. 38-40 കൊല്ലമായി ഞാൻ വാള് പറഞ്ഞുകൊണ്ടുള്ള എല്ലാ മാലിങ്കേരിക്ക് മാത്രമേ വന്നിട്ടില്ല, പലകേരിക്കല്ല പോയി. ഈ ഭാഗത്ത് പല സ്ഥലത്തും, ആ ഭാഗത്ത് വെള്ളാറ്, ഞാൻ കളഞ്ച, അങ്ങനെ പറയുന്ന പല സ്ഥലത്തല്ല, ഈ ഭാഗത്തെല്ലാം വന്നിട്ടുണ്ട്. നിന്തിക്കല്ല് ആ ഭാഗം വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് സമനൂർ, അങ്ങനെ പല ഭാഗത്ത്. ഇവിടെ അൽഹംദുലില്ലാഹ് വന്നപ്പോൾ സന്തോഷം. ഈ നാടല്ല സന്തോഷമുള്ള നാടല്ലാക്കി തീർക്കാക്കി. ഇവിടുത്തെ ചെറുപ്പക്കാരെ കാണുമല്ലോ സന്തോഷമായി, ഇവിടുത്തെ വയസ്സന്മാരെ കാണുമല്ലോ ആഹത്തായി, ഇവിടുത്തെ പ്രസിഡന്റിനെ അവിടെ ഉണ്ടാ ആഫിയത്ത് കൊടുക്കാൻ. സെക്രട്ടറി പൈസ നിസ്കരിക്കാൻ പോയി. അപ്പൊ അൽഹംദുലില്ലാഹ് നല്ല കമ്മിറ്റിക്കാർ, നല്ല ഉസ്താദ്, നല്ല ആവേശത്തിന്റെ ഉസ്താദ്, എല്ലാ വിഷയത്തിലും നല്ല ആവേശമുള്ള ഉസ്താദ്, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ തങ്ങൾ വരുന്നവരെ ഇനി ഇൻഷാ അല്ലാഹ് 10:15 ഇപ്പൊ തങ്ങ വരും. വന്ന പാടെ ഞാൻ തീർത്തു. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ നാട് ചെറിയ നാടാണെങ്കിലും ആള് വളരെ കുറവാണെങ്കിലും അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. അല്ലാഹു നമ്മുടെ നാട് ഖൈറായ നാടുകളെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. അപ്പൊ ഇക്കൊല്ലം റബീഉൽ അവ്വലിന് ഇറച്ചി കൊടുത്തവരില്ലേ? അല്ലേ? ഇറച്ചി കൊടുത്തവരായിരുന്നു ഈ റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണത്തിന് വേണ്ടി ഇറച്ചി കൊടുത്തവരുണ്ട്, അരി കൊടുത്തവരുണ്ട്, സംഭാവന കൊടുത്തവരുണ്ട്. അല്ലാഹു അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. വരുന്ന കൊല്ലം ഞങ്ങൾ റബീഉൽ അവ്വൽ നടത്തണ്ടേ? ഇന്ന് മുണ്ടുന്നില്ല, നടത്തണ്ടേ? ഈ നാട്ടുകാരല്ലേ? അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് വരുന്ന കൊല്ലം കഴിക്കാനുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. വിജൃംഭണയായിട്ട് നമ്മളെ നാട്ടിൽ നല്ല ഉഷാറായിട്ട് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഇക്കൊല്ലം ഇറച്ചി കൊടുത്തു, വരുന്ന കൊല്ലം ഇറച്ചി കൊടുക്കാൻ നിയത്ത് വെക്കി. അല്ലാഹു ആ നിയത്ത് പോലെ അതിനുള്ള സമ്പത്ത് അല്ലാഹു നൽകട്ടെ, ആഫിയത്ത് അല്ലാഹു നൽകട്ടെ, ഖൈർ അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് വരുന്ന കൊല്ലം കളക്ഷൻ ആക്കുന്നതിനേക്കാൾ ഇക്കൊല്ലം എഴുതി വെക്കുക. എന്തറിയോ? വരുന്ന കൊല്ലം കളക്ഷൻ ആക്കണം എളുപ്പത്തിലാകും. ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ പോയി, കേസി റോഡിൽ ഗുഡ എന്ന് പറയുന്ന വലിയ മഹൽ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ആവേശം നോക്കി എന്തറിയോ? വരുന്ന കൊല്ലത്തിന് എല്ലാം പ്രൈസ് 25,000 കൊടുത്തോണ്ട് വേണ്ട മതി 50,000 പ്രൈസ്. ഞാൻ പറഞ്ഞു മതിയാവേല 50,000 60,000 സ്റ്റേജിന്റെ കാസായി. ഇറച്ചി എത്ര കിണ്ടോളം വെട്ടി? 1 കിണ്ടോളം. 2 കിലോ അരിയായി. പിന്നെന്ത് വേണം? അപ്പൊ വരുന്ന കൊല്ലം പോയി വേണം. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നിങ്ങളെ മുഖന്നെ കാണുന്നതാണ്. ഒന്നല്ല ഇപ്പുറം ആഫിയത്ത് എല്ലാം ഇപ്പുറം. ഞാൻ നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ നമ്മൾ അമലല്ല അല്ലാഹ് കാണിക്കും.
പടച്ച റബ്ബിന്റെ മുമ്പിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ അമലെല്ലാം കാണുമ്പോൾ അള്ളാന്റെ റസൂൽ സന്തോഷിക്കുക അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലും. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നമ്മളെ അമല് കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സന്തോഷിക്കുന്നു, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നു. അങ്ങനെയുള്ള അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ നെറ്റ് നോക്കുന്നില്ല, നമ്മളെ അമല് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൂടെ ഉള്ള മജ്ലിസിന്റെ എല്ലാവരും റസൂലുള്ളാഹ് കാണുന്നു. ഉമ്മമാരെ, ഇവിടുത്തെ ആയിഷനെയും ഫാത്തിമനെയും മൂസനെയും ഈസനെയും അബൂബക്കറിനെയും മുഹമ്മദിനെയും എല്ലാം അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു. കണ്ടിട്ട് സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എൻ്റെ മുഅ്മിനുകളെ. അതുകൊണ്ട് വരുന്ന കൊല്ലം സന്തോഷത്തോടുകൂടെ ഇറച്ചി തരുന്നവരുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആയുസ്സുള്ള നെയ്ച്ച് തരും, അതിനുള്ള സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ. വരുന്ന കൊല്ലം ഒരു 10 കിലോ ഇറച്ചി. എന്ത് ഇറച്ചി? പ്രസിഡന്റ് ഇടപോയി പ്രസിഡന്റ് എന്തൊരു വരുന്ന പോലെ ഒരു 10 കിലോ കോഴി തരാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും. അള്ളാഹു ദീർഘായുസ്സുള്ള അതാ അവിടെ പേരെന്ത് കേൾക്കുന്നില്ല. റഫീഖ അബൂബക്കർ അല്ലേ? അബൂബക്കർ എവിടെ പോയി? ഇവിടെ ഇരിക്കും. നിന്റെ തലയിൽ തൊപ്പിയില്ല. എവിടെ ഇങ്ങനെ ഏത് അബൂബക്കറിന്റെ പേര്? അബൂബക്കർ അല്ലേ പേര്? അല്ലേ? ഒരു 10 കിലോ കോഴിന്റെ ഇനി ഒരു 10 കിലോ മതിയാവും. എത്ര കിലോ വേണം മോനെ? ഇക്കൊല്ലം എത്ര കോയ? 40. ഇക്കൊല്ലം കോയ ഇനി ഒരു 10 കിലോ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, സമ്പത്ത് നൽകട്ടെ. നല്ല തങ്കം ദ്വാരക്കും ഞാൻ ദ്വാരക്കും. ഒരു 10 കിലോ കോഴിന്റെ ഇറച്ചി അബൂബക്കർ തന്നിപ്പോ. ഇനി ആര്? ബെജല്ലി അരിച്ച 2 kg മതിയാവും. 2 kg ചെറിയ വെച്ചല്ലേ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. എത്ര കിലോ? 20 കിലോ തക്ബീർ. റഹ്മാനായ റബ്ബേ, പറഞ്ഞ 2 പേർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്, നൽകണം അല്ലാഹ്, ബർക്കത്ത് സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ എത്ര? 20, 10, 30. ഇനി ഒരു 10. അതാ ഉമർ മുരളി എത്ര? 10 kg. അപ്പൊ 40 ആയി. വരുന്ന കൊല്ലം കുറച്ച് ഇൻട്രസ്റ്റ് ആക്കുന്നില്ല. ഇനി ഒരു 10 കിലോ 5 കിലോ 10 കിലോ അത് ബർക്കത്ത്. ഹാരിസ് 10 കിലോ അല്ലേ? സന്തോഷം ഇൻഷാ അല്ലാഹ്. ഇത്ര ആവേശം വന്ന റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് ഈ പറഞ്ഞ മുഴുവൻ ആൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് ഖൈർ നൽകട്ടെ, ഭാര്യ മക്കളെ സന്തോഷത്തിൽ അല്ലാഹു ആക്കട്ടെ. ആണ് 50 കിലോ ഇറച്ചി മതിയല്ലേ? മതിയാ വേണം? മതി. ഇനി അരി വേണം. അരി എത്ര വേണം? ഒരു അലിയേറ്റ്. ആര് പേരെന്ത്? ആബിദ് മുരളി. ആബിദ് മുരളി മുഖം നോക്കട്ടെ. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്, ഖൈർ നൽകണം അല്ലാഹ്. ഇനി വരുന്ന കൊല്ലം കിടാക്കൾക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി പൈസ വേണം. എന്ത് വരുന്ന കൊല്ലം പ്രൈസ് കൊടുക്കാൻ വേണ്ടി കിടാക്കൾ പൂജ്യത്തർ ജമാഅത്തിൽ ജമാഅത്ത് കൊടുക്കാൻ ഉഷാറായിട്ട് വേണ്ടേ? അത് ഓടുന്ന മതിയാ? അതിന് കൂട്ടി കൊടുക്കാൻ കൊടുക്കണോ? വേണോ? അപ്പൊ ഇൻഷാ അല്ലാഹ്
ചെറിയ ചെറിയ പൈസ 2000 3000 1000 ഇട്ടിട്ട് കൊടുക്കി ജമാഅത്തിന് അങ്ങനെ വരുന്നില്ല. നിങ്ങൾ അതിനൊന്നും ചിന്തിക്കണ്ട. അള്ളാന്റെ റസൂലിന് കൊടുക്കുന്ന വിഷയത്തിൽ ഒരു ബഖീൽ നിങ്ങൾക്ക് അള്ളാഹ് തരുന്നേ. അള്ളാന്റെ റസൂൽ നിങ്ങൾ കൊടുത്തെങ്കിൽ വാരിക്കള്ള എല്ലാം അള്ളാഹു നൽകുമാരാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രൈസ് വേണ്ട. നമുക്ക് മൈക്കൊക്കെ പൈസ മൈക്കൊക്കെ എത്ര പൈസ? 40,000 മൈക്കൊക്കെ 25ന്റെ ഉള്ളിൽ എത്ര ഡിസ്കൗണ്ട് ഉണ്ടാ? നമ്മളെ ഓൺലൈൻ ഉണ്ടല്ലോ ഫസൽ മീഡിയ എന്നൊക്കെ അതിന് വരുന്ന കൊല്ലം ഫ്രീ ആയിട്ട് ഞാൻ നടത്താൻ ചെന്നവരുണ്ടായിരുന്നു. അതിന്റെ പൈസ ഞാൻ കൊടുക്കും. ഇപ്രാവശ്യം വരുന്ന കൊല്ലം അല്ലേ വരുന്ന കൊല്ലം ഫസൽ മീഡിയ എന്റെ വകയിൽ ഇരിക്കട്ടെ. ഇത് വലിയ വിഷയമാണ്. എത്രയോ നാട്ടിൽ ഈ വാള് കേൾക്കുന്ന നിങ്ങൾ മൈലങ്കേരിന്റെ വാള് ഗൾഫിലും പല നാടുകളിലും കേൾക്കാൻ കാരണമാകുന്ന ആ ഫസൽ മീഡിയ അതിന് വരുന്ന കൊല്ലം ഞാൻ കൊടുക്കുന്ന പൈസ ആര് രണ്ടാൾ കൂട്ടിട്ട് ഓൺലൈനിൽ നോക്കുന്നുണ്ടെങ്കിൽ നല്ല പറഞ്ഞു. അൽഹംദുലില്ലാ ഗൾഫിലുള്ളവർ ഒരുപാട് പേരുണ്ട്. വരുന്ന കൊല്ലം ഓൺലൈനിൽ ഉസ്താദെ ഞാൻ കൊടുക്കുന്ന ഗൾഫിലുള്ളവർ മുഹമ്മദ് അബൂബക്കർ ഈസ ഈ നാട്ടിൽ ആരെങ്കിലും ചെല്ല. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്. ഗൾഫ് ജീവിതത്തിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച പോയല്ല. സമാധി 1000 രൂപ വരുന്ന കൊല്ലത്തെ അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. സന്തോഷം കൊടുക്കണം അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്. ബർക്കത്ത് സയ്യിദിനാ മുഹമ്മദ് തങ്ങം നല്ലോണം നിങ്ങൾക്ക് വേർക്കും. ഓൺലൈനിൽ ആരെങ്കിലും ചെല്ലുന്നവരുണ്ടെങ്കിൽ വേഗം ചെല്ലിക്കോളൂ. ഓൺലൈനിൽ നോക്കുന്നവരുണ്ടല്ലേ കാണുന്നല്ലേ ഓൺലൈനിൽ അതുപോലെ കൂടെ മജ്‌ലിസിൽ ആരെങ്കിലും 500 1000 2000 3000 ചെല്ലുന്നവരുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കും ചെല്ലാം. പെണ്ണുങ്ങൾക്കും ചെല്ലിക്കൂടെ ചെല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനെന്ത് വേണ്ടേ? നീർലി ടൊമാറ്റോ അതിന് കരിന്റെ സാധനം ആരെങ്കിലും തരുന്നവരുണ്ട്. ടൊമാറ്റോ നീർലി അതിന് തരുന്ന ഒരാളുണ്ടോ വരുന്ന കൊല്ലത്തിൽ? അത് വലിയ അയാൾ മൊയ്തിച്ച നീരുള്ളി ടൊമാറ്റോ ടൊമാറ്റോ നീരുള്ളി മൊയ്തിച്ച പുച്ചത്ത ടൊമാറ്റോയും നീരുള്ളിയും അതിന്റെ മുളക് ജലന മുളകല്ല കൈ മുളക്. പിന്നെ നല്ല മുളക് ഷാഫിച്ച മാലങ്കേരി 2000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. അള്ളാഹു റാഹത്ത് നൽകട്ടെ. പെണ്ണുങ്ങൾക്കും പറയാം. ഓൺലൈനിൽ നോക്കുന്നവർ ഈ ബഹുമാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്രചാരത്തിന് വേണ്ടിയിട്ട് ലോകമാകെ അറിയാൻ വേണ്ടിയിട്ട് ഇൽമ് പരത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും നല്ലൊരു സംഭാവന ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെല്ലാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രസിഡന്റ് സാക്കിർ പുച്ചത്താർ എത്ര 2000 രൂപ ക്യാഷ് തന്നിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇനി ആരുണ്ട്? ഇനി വയലാളി ഞാൻ ഇന്നു പറഞ്ഞു തങ്ങ വരുന്നവർ ഇതന്നെ വിഷയം. അള്ളാഹു മീഡിയയിലായിരിക്കും ജുനൈദ് 2000 രൂപ അടുത്ത വർഷത്തിന് അല്ലാഹുവേ ആഫിയത്ത് നീ കൊടുക്കണം അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്. സന്തോഷം നൽകണം റഹ്മാനായ അല്ലാഹ്. ഈ ഒരു മലങ്കേൽ എന്ന് പറയുന്ന മരിച്ച ഉപ്പാക്കും നീ അവിടുത്തെ ഉപ്പാന്റെ ഖബർ നീ വലിച്ചാക്കി കൊടുക്കണം അല്ലാഹ്. മരിച്ച ബാപ്പാക്ക് അധികം കൊടുക്കുന്നവരുണ്ടെങ്കിൽ ചെല്ലണം. ഉമ്മാക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ചെല്ലാം. അതുപോലെ നമ്മളെ മരിച്ചവരല്ല കാത്തോണുണ്ട്. എന്റെ വകയിൽ കൊടുക്കുന്നവരുണ്ടോ? കാത്തോണം. ഉമ്മമാരെ നിങ്ങളെ വകയിൽ നിന്ന് കൊടുക്കാതെ വേഗം പറഞ്ഞു. പിന്നെ ഈ ചാൻസ് കിട്ടാതെ ഇക്കൊല്ലം കിട്ടിയ ചാൻസ് അടുത്ത കൊല്ലം റബീഉൽ അവ്വൽ ആയുസ്സിൽ അല്ലാഹു നീട്ടി തരട്ടെ. അടുത്ത കൊല്ലം നല്ല വിജൃംഭണയായിട്ട് ഉപദേശം അതുപോലെ മൗലിദും അതുപോലെ മക്കളെ കാര്യങ്ങൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله جل صلاة الله അബൂബക്കർ 800-2000 രൂപ റഹ്മാനായ റബ്ബേ അബൂബക്കറിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണം അല്ലാഹ് റാഹത്തും സന്തോഷവും ഖൈറും ഏറ്റിയേറ്റി കൊടുക്കണം അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സന്തോഷവും റാഹത്തും ഏറ്റിയേറ്റി കൊടുക്കണം അല്ലാഹ് ബർക്കത്ത് സയ്യിദിനാ മുഹമ്മദിൻ അതിനാരുണ്ട് മഹാനായ തങ്ങളെ എൻചിക്ക് ത്വലഅൽ ബദ്റു അലൈനാ മിൻ ദനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ യാ നബി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله الله أكبر الله أكبر ولله الحمد إن شاء الله يعني തങ്ങൾ വരുന്നവരെ സബൂർ ചെയ്തിട്ട് ചൊല്ലിയതാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നവർ ഞാൻ പറഞ്ഞതുപോലെ വരുന്ന വർഷം അല്ലാഹു ആയുസ്സിനെ അല്ലാഹു ഏറ്റി തരട്ടെ മഹാനായ തങ്ങളവர்கள் നമുക്ക് വേണ്ടി ഉപദേശവും നിർദ്ദേശവും ദുആയും ചെയ്തു തങ്ങളവരുടെ കുടുംബത്തിനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള മഹാനായ തങ്ങളവர்களാണ് അതുകൊണ്ട് എൻ്റെ വഅദ് ഞാൻ നിർത്തുകയാണ് എനിക്ക് വളരെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ഒരേ ദൂരായതുകൊണ്ട് നാളെയും എനിക്ക് വഅദ് പറയാനുണ്ട് മഞ്ചേശ്വര ഭാഗത്ത് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി തങ്ങളോട് വസിയത്ത് ദുആ ചെയ്തുകൊണ്ട് ഞാൻ പോവുകയാണ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എനിക്ക് എഴുതാനുള്ളത് മഹാനായ തങ്ങളെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് പറയാം പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത് ഓൺലൈനിൽ ഒരുപാട് സഹോദരന്മാരുണ്ട് ഗൾഫിലുള്ളവരല്ല അവർക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞത് മരിച്ച മോൻചന്റെ പേര് 500 രൂപ അല്ലാഹുവേ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ് ഖബർ നീ സന്തോഷിപ്പിക്കണം അല്ലാഹ് ഖബർ റാഹത്താക്കണം അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ വാതിൽ ഖബറിൽ നീ തുറന്നു കൊടുക്കണം അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങളവர்கள் നമുക്ക് വേണ്ടി ദുആ ചെയ്തത് ഉപദേശം ചെയ്തു തരും അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته.